algebra of the sequence എന്നുള്ള പോർഷൻ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. algebra എന്നാൽ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്നാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു സീക്വൻസിനും algebra അല്ലെങ്കിൽ ബീജഗണിത രൂപം ഉണ്ടായിരിക്കും. അപ്പോൾ algebra നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് നമുക്ക് തന്നു, ഈവൻ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് 2, 4, 8 എക്സെട്ര. അതിലൊരു 100th ടേം അല്ലെങ്കിൽ 200 ടേം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആൾജിബ്ര അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഒരു സീക്വൻസിന്റെ ആൾജിബ്ര നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ട് നമ്മൾ കഴിഞ്ഞ പോർഷനിൽ കണ്ട എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്ക്വയേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്ക്വയേഴ്സിന്റെ സൈഡ്, ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് 1 സെന്റിമീറ്റർ, രണ്ടാമത്തെ 2 സെന്റിമീറ്റർ, അങ്ങനെ സൈഡ്സിന്റെ ലെങ്ത് ആണ് ആദ്യം തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ചെയ്തെടുക്കേണ്ട സീക്വൻസ് എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്ററുകളുടെ സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് 1 ആയിട്ടുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ. ആദ്യത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ 4 സെന്റിമീറ്റർ, ദെൻ രണ്ടാമത്തെ 8, 12, 16 എക്സെട്ര. അപ്പൊ നമുക്ക് പെരിമീറ്ററുകളുടെ ഒരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രയാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൾജിബ്ര ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടേമിന്റെ നമ്പർ x1 എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം നമുക്ക് ഏതാണ്? 4. ദെൻ പിന്നെ അറിയേണ്ടത് കോമൺ ഡിഫറൻസ്. ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഏതെങ്കിലും രണ്ടടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം അഥവാ x1 എന്ന് പറയുന്നത് 4 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നതും 4 ആണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കോമൺ ഡിഫറൻസും കയ്യിലുണ്ട്, ഫസ്റ്റ് ടേമും കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ ആൾജിബ്ര എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാന്ന് പറഞ്ഞു? 4 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ x2 8 ആണ്. ഈ 8 നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അറിയാന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ടേം. അതായത് 4 പ്ലസ്, ഞാനിപ്പോ d തന്നെയാണ് എഴുതുന്നത്, d. അതായത് നമുക്ക് 4 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സെക്കൻഡ് ടേം. ദെൻ തേർഡ് ടേം അഥവാ x3 എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4ന്റെ കൂടെ 2 2 പ്രാവശ്യം ആഡ് ചെയ്യണം അല്ലെ? ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെക്കൻഡ് ടേം ആണ്. വീണ്ടും നമ്മൾ d ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് തേർഡ് ടേം. അതായത് 4 പ്ലസ് d, ഇത് നമ്മുടെ സെക്കൻഡ് ടേം ആണ്. ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്നതാണ് തേർഡ് ടേം. അപ്പൊ ഫോർത്ത് ടേം എത്രയായിരിക്കും? ഫസ്റ്റ് ടേമിന്റെ കൂടെ 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് തേർഡ് ടൈം കിട്ടും. ദെൻ ഇനി നമുക്ക് ഇതിൽ നിന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫോർമുല കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം 4 ആണ്. സെക്കൻഡ് ടൈം ആയപ്പോ എന്തായി? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. തേർഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അതായത് ഫസ്റ്റ് ടൈം പ്ലസ് d പ്ലസ് d 2d, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ദെൻ x4 അല്ലെങ്കിൽ ഫോർത്ത് ടൈം എങ്ങനെയായിരിക്കും? കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 3 ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് നോക്കി. എത്രാമത്തെ ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമിന്റെ കൂടെ ആ ടൈം നമ്പർ -1 അത്രയും പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് nth ടൈം ആണെങ്കിൽ, അതായത് xn. nth ടൈം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം നമുക്കറിയാം. ഫസ്റ്റ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും? എത്രാമത്തെ ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. ഇവിടെ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 - 1 1 ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ഫോർത്ത് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ 3 ടൈംസ് ആണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ nth ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം?
n മൈനസ് 1. എന്നിൽ നിന്ന് ഒന്ന് കുറച്ച സംഖ്യ എത്രയാണോ അത്രയും ടൈംസ് നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഏതൊരു സീക്വൻസിന്റെയും ഓൾജിബ്ര കണ്ടുപിടിക്കാലോ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സീക്വൻസ് നോക്കി, ഇതിന്റെ nth ടേം xn, ഈ xn നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫോർമുല വരുന്നത്? xn ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിനെ നമ്മൾ xn എന്നാണ് പറയുന്നത്. അതായത് നമുക്കിവിടെ 4 ആണ്, ജനറൽ ഫോർമുലയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇനി n മൈനസ് 1 ഇൻറ്റു d, ഇതാണ് ജനറൽ ഫോർമാറ്റ്. സോറി, x1. nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് n മൈനസ് 1 ടൈംസ് ആഡ് ചെയ്യണം. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് എത്രയാണ്? 4. 4ന്റെ കൂടെ എത്ര ടൈംസ് നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? n മൈനസ് 1 ടൈംസ് n മൈനസ് 1 ഇൻറ്റു d. n മൈനസ് 1 ഇൻറ്റു d. ഈ ഡിയുടെ വാല്യൂ എത്രയാണ്? 4. നമുക്ക് ഡിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 4 പ്ലസ് ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. 4 ഇൻറ്റു n 4n മൈനസ് 4. എത്ര കിട്ടി? മൈനസ് 4ഉം ഈ ഒരു 4ഉം ക്യാൻസൽ ചെയ്യാം. ദെൻ 4n. അപ്പോൾ നമ്മൾക്ക് പെരിമീറ്റേഴ്സിന്റെ ഈ സീക്വൻസിന്റെ ജനറൽ ഫോർമുല അഥവാ ഓൾജിബ്ര ബീജഗണിത രൂപം എത്രയാണ്? 4n. 4 എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം. ഈ സീക്വൻസിന്റെ ഓൾജിബ്ര നമ്മൾ കണ്ടുപിടിച്ചു. xn ഈസ് ഈക്വൽ ടു 4n. ഇനി ഒരു സീക്വൻസിന്റെ ഓൾജിബ്ര നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മളുടെ ഓൾജിബ്ര. xn ഈസ് ഈക്വൽ ടു 4n. n എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്. n-ന്റെ വാല്യൂ 1 തുടങ്ങി എത്ര വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ n-ന്റെ വാല്യൂ 1 എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ഇൻറ്റു n-ന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 4, നമ്മുടെ ഫസ്റ്റ് ടേം. ദെൻ n ഈസ് ഈക്വൽ ടു 2 എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടേം കിട്ടും. 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8, സെക്കൻഡ് ടേം. n ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഏതാണ്? നമ്മുടെ തേർഡ് ടൈം. നമ്മൾക്ക് ഓൾജിബ്ര അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈസി ആയിട്ട് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓൾജിബ്രിക് ഫോം ഉപയോഗിച്ച് നമ്മൾ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ നമ്മൾ പെരിമീറ്റർ ആണ് കണ്ടത്. ഇതിൽ നമുക്ക് ഏരിയയുടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പക്ഷെ ഇതൊരു സീക്വൻസ് ആണ്. ഇതിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ടേം, അതായത് നമ്മൾക്ക് സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ആണ് സൈഡ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ a സ്ക്വയർ എന്ന ഫോർമുല വെച്ചിട്ട് 1 തന്നെയായിരിക്കും. 1 സ്ക്വയർ 1, ദെൻ 2 സ്ക്വയർ 2 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ദെൻ അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 സ്ക്വയർ, അതായത് n സ്ക്വയർ. n സ്ക്വയർ ആയപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടി. ദെൻ x2 എന്ന് പറയുന്നത് 2 സ്ക്വയർ, അതായത് n സ്ക്വയർ തന്നെയാണ്. ദെൻ നമുക്ക് 4 കിട്ടി. ഇനി nth ടേം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10th ടേം ആണ്. n-ന്റെ വാല്യൂ 10 ആണെങ്കിൽ 10 സ്ക്വയർ. ദെൻ nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? xn ഈസ് ഈക്വൽ ടു n സ്ക്വയർ. n സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ nth ടേം കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എന്താണ്? xn ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം. ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഒരു സീക്വൻസിന്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് നമ്മൾ പഠിച്ച ഫോർമുല. ഇനി അതിനുശേഷം ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയേഴ്സിന്റെ അതേ എക്സാമ്പിൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞപ്പോൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അങ്ങനെയായിരുന്നു സൈഡിന്റെ ലെങ്ത് തന്നിരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്ക്വയറിന്റെ ലെങ്ത് വരുന്നത് 1 സെന്റിമീറ്റർ, ദെൻ 1.5, ദെൻ 2, 2.5, അങ്ങനെ ഹാഫ് വെച്ചിട്ട് 1/2 സെന്റിമീറ്റർ വെച്ചിട്ട് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഹാഫ് സെന്റിമീറ്റേഴ്സ് ആണ് അതിന്റെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് ടൈം വരുന്നത് 1 ആണ്.
ഇനി നമ്മൾ ഇതിന്റെ ആൾജിബ്രിക് ഫോം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ സ്ക്വയറുകളുടെ പെരിമീറ്ററിന്റെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ആൾജിബ്രിക് ഫോമും നമ്മൾ കണ്ടുപിടിക്കും. ഇതിൽ നമുക്ക് ഇതിന്റെ ഒരു സീക്വൻസ് ക്രിയേറ്റ്, ഈ സീക്വൻസിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. 1 എന്ന് പറയുന്നത് എന്താണ്? 2/2 എഴുതി കൂടെ. 2/2 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 1 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി മാറ്റിയാണ്. 1 into 2, 2 plus 1, 3, 3/2. ഈ 2വിനെ നമുക്ക് 4/2 എന്ന് എഴുതാം. 4/2 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. Then ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 2 into 2, 4, 4 plus 1, 5, 5/2, etc. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സീക്വൻസിനെ മാറ്റി എഴുതാം. ഇനി നമ്മൾ ഇതിലെല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ സീക്വൻസിനെ തൽക്കാലം 2, 3, 4, 5, etc. ഈ ഒരു ഇതിലേക്ക് മാറ്റി എഴുതി. ഇനി ഇതിന്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തൊക്കെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അത് എന്താണ് നമ്മൾ പറഞ്ഞത്? xn is equal to x1 plus n minus 1 into d. xn is equal to x1 എത്രയാണ്? 2 ആണ്. n minus 1 എന്നുള്ളത് അങ്ങനെ തന്നെ നമ്മൾ എഴുതാം. d യുടെ വാല്യൂ എത്രയാണ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. 1. Then 2 plus ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 1 into n, n. 1 into 1, 1. 2 minus 1, 1. Plus n. നമുക്ക് n ഉള്ള ടേം വേണമെങ്കിൽ ആദ്യം എഴുതി കൊടുക്കാം. n plus 1. ഇനി നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഒരു ഡിനോമിനേറ്റർ 2 ഉണ്ടായിരുന്നു. ആ 2 കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. Then xn, nth ടേം കാണാനുള്ള ഫോർമുല അല്ലെങ്കിൽ നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n plus 1/2. ഇനി ഇത് വേറൊരു രീതിയിലും കൂടെ നമുക്കൊന്ന് പറയാം. നമുക്ക് ഡയറക്റ്റ് ഇത് ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. xn is equal to x1 plus n minus 1 into d. ഇതാണ് നമ്മളുടെ ആൾജിബ്രിക് ഫോം, അതായത് nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. xn is equal to ഇവിടെ ഫസ്റ്റ് ടൈം നമുക്ക് എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയെന്ന് അറിയാം? 1 ആണ്. പ്ലസ് n minus 1 അങ്ങനെ തന്നെ എഴുതുന്നു. കോമൺ ഡിഫറൻസ്, ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഹാഫ് ആണ്. 1/2. Then നമുക്ക് ഇത് 1 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n into half, n/2 അല്ലെ? 1 into n, n ഈ by2 അങ്ങനെ എഴുതി. മൈനസ് -1 into half, -1/2. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഇത് സബ്ട്രാക്ഷൻ ചെയ്യാം. n minus 1. ഇനി ഇവിടെ നമുക്ക് LCM കാണണം. LCM എത്രയാണ്? 2. 2 into 1 ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 1, 2 പ്ലസ് ഈ n minus 1. Then എങ്ങനെ കിട്ടി? ഈ 2ൽ നിന്ന് ഈ 1 മൈനസ് ചെയ്യുന്നു, 1 കിട്ടി. n plus 1/2. അല്ലെങ്കിൽ നമ്മൾക്ക് n plus 1/2 എന്നുള്ളതാണ് നമുക്ക് xn കിട്ടുന്നത്. അപ്പോൾ xn is equal to n plus 1/2. സ്ക്വയറിന്റെ സൈഡുകളുടെ സീക്വൻസ് നമ്മൾ എഴുതി, അതിന്റെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിച്ചു. ഇനി ആ സ്ക്വയേഴ്സിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ സൈഡ് 1, 1.5, 2, 2.5 എന്നുള്ളൊരു ഓർഡറിൽ പോകുന്ന സ്ക്വയേഴ്സിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ഇതിന്റെ 4 into സൈഡ് ആണ് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 4 into സൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് 4 വരും. 1 into half into 4 ചെയ്യുമ്പോൾ 6, then 8, 10 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി നമുക്ക് ഇതിന്റെ ആൾജിബ്രിക് ഫോം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. xn ഇതിപ്പോൾ പെരിമീറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ pn എന്ന് എഴുതാം, അങ്ങനെ അല്ലെങ്കിൽ xn എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ pn അല്ലെങ്കിൽ xn ഏതെങ്കിലും കൊടുക്കാം, nth ടൈം എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ xn തന്നെ കൊടുത്തോളൂ. xn is equal to എന്താണ്? ഫസ്റ്റ് ടേം, അതായത് x1 plus n minus 1 into d. Then ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 4 ആണ്. 4 plus n minus 1 into d. കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2. Then ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 plus 2 into n, 2n minus 2. Then ഈ 4 minus 2 നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 4 minus 2, 2.
2 പ്ലസ് 2n. ഈ 2 ഇവിടെ കോമൺ ആയതുകൊണ്ട് നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. 2 ഇൻറ്റു ഇവിടെ 1 മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ, 1 പ്ലസ് n. നമ്മൾക്ക് xn അഥവാ p എന്നും പറയാം, പെരിമീറ്റർ ആയതുകൊണ്ട് p എന്ന് പറയാം, അല്ലെങ്കിൽ xn തന്നെ പറയാം. xn ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് n. വേണമെങ്കിൽ n പ്ലസ് 1 ഉം എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. n പ്ലസ് 1, 2 ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അടുത്ത എക്സാമ്പിളില് മാച്ച് സ്റ്റിക്സ് തീപ്പെട്ടിക്കൊള്ളിയിൽ ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാച്ച് സ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ 2 ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ദെൻ ഇവിടെ വേറൊരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മാച്ച് സ്റ്റിക്സ്, 5 മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ 3 ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 മാച്ച് സ്റ്റിക്സ് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് 10 ട്രയാങ്കിൾസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാച്ച് സ്റ്റിക്സ് വേണം, 500 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാച്ച് സ്റ്റിക്സ് വേണം. ഇത് രണ്ടുമാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം ഇതിന്റെ ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെങ്കിൽ ബീജഗണിത രൂപം നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. x1 എന്താ നമുക്കറിയാം, 3. ദെൻ കോമൺ ഡിഫറൻസ് d എത്രയാണ്, 2. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് xn അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാം. xn ഈസ് ഈക്വൽ ടു എന്താണ്, x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതായത് ഫസ്റ്റ് ടൈം നമുക്ക് 3 ആണ് വരുന്നത്, 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് വരുന്നത് 2 ആണ്. ദെൻ 3 പ്ലസ് 2 ഇൻറ്റു n, 2n മൈനസ് 2. ദാറ്റ് ഈസ് 3 മൈനസ് 2 നമുക്ക് എത്രയായിട്ട് എഴുതാം, 3 മൈനസ് 2 1, 1 പ്ലസ് 2n. n ഉള്ള ടേം ആദ്യം എഴുതിക്കോളൂ, 2n പ്ലസ് 1. ഇതാണ് നമുക്ക് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇത് ഈ ഇക്വേഷനിൽ നമുക്ക് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണോ അത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 10th ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 10 ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എത്ര മാച്ച് സ്റ്റിക്സ് ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 3 മാച്ച് സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നാമത്തെ ടൈമിലാണ് ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ 10 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അത് 10th ടേം ആയിരിക്കും. അപ്പൊ 10th ടേം ആണെങ്കിൽ നമുക്ക് ഈ 10th ടൈമിൽ എത്ര മാച്ച് സ്റ്റിക്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മുടെ nth ടൈം കാണാനുള്ള ഫോർമുല എന്താണ്, xn ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1. നമ്മൾക്ക് കാണേണ്ടത് 10th ടൈം ആണ്, അതായത് x10. n-ന്റെ വാല്യൂ 10 ആണ്. 2 ഇൻറ്റു 10 പ്ലസ് 1 that is equal to എത്ര, 2 ഇൻറ്റു 10 20, 20 പ്ലസ് 1 21 മാച്ച് സ്റ്റിക്സ് നമുക്ക് ആവശ്യമുണ്ട് 10 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 500 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര മാച്ച് സ്റ്റിക്സ് വേണം. then x 500 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് n-ന് 500 എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. then 2 ഇൻറ്റു 500 പ്ലസ് 1. then 2 ഇൻറ്റു 500 എത്രയാ, 1000 പ്ലസ് 1 1001 മാച്ച് സ്റ്റിക്സ് ആണ് നമുക്ക് 500 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ആൾജിബ്ര ഓഫ് സീക്വൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.